പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ നെല്ലിയാമ്പതി വെള്ളം പോത്തുണ്ടി എത്തിക്കുന്നത് സംബന്ധമായ കാര്യങ്ങൾ പേപ്പർ ഇറിഗേഷൻ ഓഫീസിലെത്തിയിട്ടുണ്ട്. അത് 50 കോടിയാണ്. ഉടനെ തന്നെ അത് പ്രാബല്യത്തിൽ വരുന്നതാണ്. നെന്മാറ AXCൻ്റെ ഓഫീസിലെത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല, 2019 കുടിവെള്ളം കൊടുക്കുകയുണ്ടായി. അതായത് ഇപ്പോൾ നേരത്തെ 3 വാർഡായിരുന്നു, അത് 4 വാർഡായി മാറി. ആ 4 വാർഡിൽ 2000-ഓളം കുടുംബങ്ങൾക്ക് അന്ന് കുടിവെള്ളം എത്തിക്കുകയുണ്ടായി. അതിനു മുമ്പ് 2011 200 ചില്ലാനം കുടുംബങ്ങൾക്ക് വീട് കൊടുത്ത് 5 ദിവസം ആലത്തൂർ സബ് ജയിലിൽ പിടിച്ചിട്ടു. പക്ഷേ ജാമ്യം കിട്ടി. അന്ന് അമ്പലത്തിൽ പൂജാരിയായിരുന്നു. അപ്പോൾ ജില്ലാ ജഡ്ജിൻ്റെ അടുത്ത് പോയിട്ട് ജാമ്യ അപേക്ഷ ആവശ്യപ്പെട്ടപ്പോൾ ഇവിടെ പെരുന്നാൾ സമയത്ത് വെള്ളിയാഴ്ച വൈകുന്നേരം നെന്മാറ സ്റ്റേഷനിൽ പിടിച്ചു നിർത്തി. അന്ന് വൈകുന്നേരത്ത് ജഡ്ജിയുടെ അടുത്ത് കൊണ്ടുപോയി. അപ്പോൾ നേരത്തെ ജാമ്യം കിട്ടുന്നുള്ളത് അറിയാം, ഈ കേസ് നിലനിൽക്കില്ല എന്നുള്ളത് അറിയാം. അത് അറിഞ്ഞുകൊണ്ട് വൈകുന്നേരം വരെ നെന്മാറ സ്റ്റേഷനിൽ പിടിച്ചു നിർത്തുകയും പിന്നെ ജില്ലാ ജഡ്ജിയുടെ അടുത്ത് പോയി, പാലക്കാട് ജില്ലാ ജഡ്ജിയുടെ അടുത്ത് പോയി ജാമ്യാപേക്ഷ പരിഗണിച്ചു. അരമണിക്കൂർ കഴിഞ്ഞു. സാർ, ഞാൻ അമ്പലത്തിലെ പൂജാരിയാണ്, എനിക്ക് വിളക്ക് വയ്ക്കണം, കുടിവെള്ളം കൊടുത്ത അപരാധമൊന്നുമല്ല, CPMകാരെ അടച്ചു വെച്ചു. ആ തുറന്നത് ഞാൻ പഞ്ചായത്ത് മെമ്പറായി 18 വോട്ട് ജയിച്ച് അന്ന് 10-ാം വാർഡിൽ 15 വോട്ട് ജയിച്ച് 11-ാം വാർഡ് ഇപ്പം 11-ാം വാർഡ്, അന്ന് 11-ാം വാർഡായിരുന്നു മാട്ടായി. ആ മാട്ടായിൽ 257 വോട്ടിന് ജയിച്ച ഉടനെ ഇയാൾ വന്നതിന് ശേഷമാണ് വെള്ളമില്ലാതാക്കി എന്ന് പറഞ്ഞു. ആ വെള്ളമില്ലാതാക്കി എന്ന് പറഞ്ഞതിൻ്റെ പേര് വെള്ളം കൊടുക്കേണ്ട ഗതികേട് വന്നു. ചാറ്റുകോട്, മാട്ടായി എന്നീ പ്രദേശങ്ങളിൽ കുടിവെള്ളമില്ലാതെ നെട്ടോട്ടമോടുകയായിരുന്നു ആളുകൾ. അപ്പോൾ റോഡ് ഉപരോധിച്ച് മറ്റുള്ളതൊക്കെ ചെയ്ത് ഹൈക്കോടതിയിൽ പോയി സാങ്ഷൻ കൊണ്ടുവന്നു. 55 ലക്ഷം റുപ്യ. ഈ 55 ലക്ഷം കൊണ്ടുവന്നതിൻ്റെ പേരിൽ കൊണ്ടുവന്നിട്ട് പദ്ധതിയൊക്കെ തുടങ്ങി ചെമ്മന്തോട്ടുനിന്ന് ലൈൻ കൊല്ലയങ്കാട്, വടക്കേക്കാട് എന്നീ പ്രദേശങ്ങളിൽ എത്തിക്കുകയും പിന്നെ ചാറ്റുകോട് നിന്ന് ചെമ്മണംപറമ്പ്, നെല്ലിക്കാട് എന്നീ പ്രദേശങ്ങളിലും പേഴുംപാറയിൽ നിന്ന് 3 ലൈൻ ഉദ്ഘാടനം ചെയ്തു. പുതിയ പൈപ്പുകളൊക്കെ ഇട്ടു. അതിൻ്റെ ഭാഗമായി അത് ഉദ്ഘാടനത്തിന് എന്നെപ്പോലും ക്ഷണിക്കാതെ എഴുത്താണി കൃഷ്ണൻകുട്ടി മന്ത്രി, അന്ന് ജലസേചന വകുപ്പ് മന്ത്രിയായിരുന്നു, 2019 എന്നെയും വിളിച്ചില്ല. ഈ പഞ്ചായത്ത് പ്രസിഡന്റ്, MLA എന്നിവരെല്ലാം കൂടി ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഞാൻ അത് അപ്പുറത്ത് മാറ്റി നിർത്തി ഉദ്ഘാടനം ചെയ്തു. റോഡ് ഉപയോഗിച്ച് മറ്റുള്ളതൊക്കെ ചെയ്തിട്ടാണ് ഈ പദ്ധതി കൊണ്ടുവന്നത്. അതുകൊണ്ട് ഇവർ ശുദ്ധമായ തട്ടിപ്പാണ് CPM ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർക്കൊന്നും വോട്ട് കൊടുക്കരുത്. ഇവിടെ പ്രാദേശിക പ്രശ്നങ്ങൾ ഒന്നും ഇടപെടാത്ത ആളുകളാണ് ഈ CPMൻ്റെ ആളുകൾ. എനിക്ക് കൈച്ചിഹ്നം കിട്ടുകയാണെങ്കിൽ അതിൽ മത്സരിക്കും, അല്ലെങ്കിൽ ഞാൻ TV ചിഹ്നത്തിൽ മത്സരിക്കുമെന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുന്നു. എല്ലാവരും വോട്ട് ചെയ്ത് വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് താഴ്മയോടുകൂടി അപേക്ഷിക്കുന്നു. ഈ പരിപാടി കണ്ട് ലൈക്ക് അടിച്ച് ഷെയർ ചെയ്ത് ഇൻസ്റ്റാഗ്രാമുണ്ട്, ഫേസ്ബുക്കുണ്ട്, യൂട്യൂബുണ്ട്, എല്ലാവരും കണ്ട് ലൈക്ക് അടിച്ച് ഷെയർ ചെയ്യണമെന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു സുഹൃത്തുക്കളെ.